Next chapter in the first unit. It's something about the greatest scientist, സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹം 1942 ജാനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിൽ ജനിക്കുന്നത്. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന, അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡൻ്റായിട്ട് വിദ്യാഭ്യാസ കാലമൊക്കെ പൂർത്തീകരിച്ച് റീഡിങ്ങിലൊക്കെ വളരെ പുറകിലായിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് വലിയ രോഗബാധിതനായിട്ട് വീൽ ചെയറിൽ കഴിയുന്ന ഒരവസ്ഥയിൽ പോലും ഫിസിക്സിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടന്നു ചെല്ലുകയും ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, അതോടൊപ്പം കോസ്മോളജിസ്റ്റ് ഒക്കെ ആയിത്തീർന്ന് സൂപ്പർനോവ ഫിസിക്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റിയുള്ള തിയറീസിലൂടെ പ്രശസ്തനായി തീർന്ന സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വീൽ ചെയറിലിരിക്കുന്ന ആ ഒരു സയൻറ്റിസ്റ്റിനെ ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം സമീപകാലത്ത്, അതായത് 2018 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ ആ സമീപകാലഘട്ടത്തിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം വീൽ ചെയറിലിരിക്കുന്ന ആ ഒരു പിക്ചർ. അപ്പോൾ അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടം, ഏറ്റവും മഹത്തരമായ നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയത് ഇങ്ങനെ കുറേയധികം ഡിസബിലിറ്റീസിനിടയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരാവുന്ന ഒരു ജീവിതത്തിന് ഉടമയായിരുന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു ബയോഗ്രഫിയാണ് നമ്മുടെ അടുത്ത ചാപ്റ്ററിലുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈറ്റിൽഡ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ്. ക്വസ്റ്റ് ആണത്, അറിവിന് വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ. അത്തരത്തിലൊരു ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവ്രിതിങ് എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ആ യൂണിറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ഒക്കെയാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു. തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ, തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം, അതായത് ഫിസിക്സിൻ്റെ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അതിൽ എക്സ്പെരിമെൻ്റൽ ഫിസിക്സും തിയററ്റിക്കൽ ഫിസിക്സും ഉണ്ട്. അപ്പോൾ തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഫിസിക്സിലുള്ള നാച്ചുറൽ ഫിനോമിനൊക്കെ മാത്സിൻ്റെ ഇക്വേഷൻസിൻ്റെ സഹായത്തോടു കൂടി, മാത്സിലെ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഫിസിക്സ് തിയറീസ് ഡിറൈവ് ചെയ്തെടുക്കില്ലേ, അത്തരത്തിൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് തിയററ്റിക്കൽ ഫിസിക്സ് അഥവാ സൈദ്ധാന്തിക ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. കോസ്മോളജിസ്റ്റ് കൂടിയായിരുന്നു. കോസ്മോളജി എന്ന് പറയുന്നത് എന്താണ്? അത് ആസ്ട്രോണമിയുടെ ഒരു ബ്രാഞ്ചാണ്. യൂണിവേഴ്സിൻ്റെ ഒറിജിനും അതിൻ്റെ എവല്യൂഷനും ഒക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ആസ്ട്രോണമിയെയാണ് നമ്മൾ കോസ്മോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു കോസ്മോളജിസ്റ്റുമാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ്, മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുന്ന അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ ഈ യൂണിറ്റിനകത്ത് ഓതറായ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ തന്നിരിക്കുന്നത്. ഓതറിനെ കുറിച്ച് പറയാം. ഓതറിൻ്റെ നെയിം കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്നാണ്. ഈ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്ന റൈറ്റർ ഇസ് എ സയൻസ് റൈറ്റർ, lecturer and a former professional musician. She has authored numerous science books including books on biographical facts. അപ്പോൾ ഒത്തിരിയും സയൻസ് ബുക്സിൻ്റെ രചയിതാവായിരിക്കുന്ന കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ അവരുടെ ബയോഗ്രഫിക്കൽ ഫാക്ട്സ് ഉൾപ്പെടുന്ന ബുക്സിൻ്റെ കാര്യത്തിൽ പ്രശസ്തയാണ്. സയൻസ് ബുക്സ് ആണ് ഓതർ ചെയ്തിട്ടുള്ളത്. ബുക്സ് ഓൺ ബയോഗ്രഫിക്കൽ ഫാക്ട്സ് ആണ് സവിശേഷത. ഫെർഗ്യൂസൺസ് വർക്ക്സ് ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ ഡിഗ്രി ഓഫ് ഡീറ്റെയിൽ ആൻഡ് ആക്യുറസി. വളരെ കൃത്യതയാർന്ന വിവരണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഈ ബുക്സ്, അവരുടെ വർക്ക്സൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഷീ ഈസ് നോൺ ഫോർ ഹെർ എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വെരി കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് കൺസെപ്റ്റ്സ്. വളരെ സങ്കീർണമായിട്ടുള്ള സയൻറ്റിഫിക് കൺസെപ്റ്റുകളെപ്പോലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള എബിലിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ഈ ഓതർ വളരെ പ്രശസ്തമായിരിക്കുന്ന ആളാണ്. അപ്പോൾ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എന്ന ഓതർ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബയോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് തുടങ്ങുന്നതിന് മുൻപുള്ള ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ കലാം exerts everybody to be unique in his own her own way. There are
many people who have proved their uniqueness even while fighting adversities and limitations. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡോക്ടർ കലാമിൻ്റെ ഒരു സ്പീച്ച് കണ്ടിരുന്നു. ഡോക്ടർ കലാം എക്സോർട്സ് എവ്രിബഡി ടു ബി യുണീക്ക് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ. ഓരോരുത്തരോടും യുണീക്ക് ആകുന്നതിന് വേണ്ടിയിട്ട്, അതുല്യ പ്രതിഭകളായി തീരുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയാണ് അവിടെ ഡോക്ടർ കലാം. ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേ, അവരവരുടേതായ രീതിയിൽ യുണീക്കായി മാറുന്നതിനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് അവിടെ ആ സ്പീച്ചിൽ നിന്ന് കിട്ടുന്നത്. ദെർ ആർ മെനി പീപ്പിൾ ഹു ഹാവ് പ്രൂവ്ഡ് ദെയർ യുണീക്ക്നെസ് ഈവൻ വൈൽ ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മുടെ ലോകത്ത് നോക്കിയാൽ ദെർ ആർ മെനി പീപ്പിൾ, ഒരുപാട് ആൾക്കാരുണ്ട്, ധാരാളം പേരുണ്ട്, ഹു ഹാവ് പ്രൂവ്ഡ് ദെയർ യുണീക്ക്നെസ്, അവരുടെ അതുല്യമായിട്ടുള്ള കഴിവിനെ തെളിയിച്ചിട്ടുള്ള, സ്വന്തം വ്യക്തിത്വത്തെ തെളിയിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുള്ളവർ? ഈവൻ വൈൽ ഫൈറ്റിംഗ് അഡ്വേഴ്സിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഒത്തിരി പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത്, അവരുടെ പരിമിതികളെയൊക്കെ തരണം ചെയ്ത്, ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്ത് വന്ന് അവരുടെ യുണീക്ക്നെസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് വലിയ നിലയിലെത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റാകെ. അപ്പോൾ ഒരാളിന് യുണീക്ക് ആകുന്നതിന്, അയാളിലുള്ള കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന്, അയാളിലുള്ള ജീനിയസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരിക്കലും അയാളുടെ ശാരീരികമായിട്ടുള്ള അംഗവൈകല്യങ്ങളോ മറ്റോ ഒരിക്കലും തടസ്സമായിട്ട് മാറാറില്ല. അപ്പോൾ അങ്ങനെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഉയരങ്ങളിലെത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. Stephen Hawking's profile reveals how he has overcome his disabilities to become the supernova of physics. ഇവിടെയും അത്തരത്തിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബയോഗ്രഫിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പ്രൊഫൈല് റിവീൽസ്, അത് വെളിപ്പെടുത്തുന്നത് ഹൗ ഹി ഹാസ് ഓവർകം ഹിസ് ഡിസബിലിറ്റീസ്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റീസിനെ തരണം ചെയ്തത്. എന്തിനാ? ടു ബിക്കം ദി സൂപ്പർനോവ ഓഫ് ഫിസിക്സ്, ഫിസിക്സിലെ സൂപ്പർനോവ ആയി തീരുന്നതിന് വേണ്ടിയിട്ട്, ഫിസിക്സിൻ്റെ ബ്രൈറ്റ് ഷൈനിങ് സ്റ്റാറായി മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സൂപ്പർനോവ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബ്രൈറ്റ് ഷൈനിങ് സ്റ്റാർ, അങ്ങനെ തിളക്കമുള്ള നക്ഷത്രമായി തീരുന്നതിന്. ഇപ്പോൾ നമ്മുടെ സയൻറ്റിഫിക് വേൾഡിൽ ആൽബർട്ട് ഐൻസ്റ്റീന് ശേഷം വന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ന രീതിയിലാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സൂപ്പർനോവ ആയി മാറുന്നതിന് അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റീസിനെ ഓവർകം ചെയ്തു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തടസ്സങ്ങളെയൊക്കെ, അദ്ദേഹത്തിൻ്റെ പോരായ്മകളെ, ശാരീരികമായ അംഗവൈകല്യം നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം വീൽ ചെയറിലിരിക്കുന്ന ചിത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഉന്നതങ്ങളിലെത്തി എന്ന് വെളിവാക്കുകയാണ് നമ്മുടെ ഈ ഒരു പ്രൊഫൈലിലൂടെ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്നതാണ് റിട്ടൺ ബൈ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഓതർ പറയുന്നത് എന്ന് നോക്കാം. ഇൻ ദി കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a 2-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new location professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. നോക്കൂ, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന്. ഇൻ ദി കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980. ഈ സംഭവം നടക്കുന്നത് 1980 April 29 എവിടെയാ? ഇൻ ദി കോക്രോഫ്റ്റ് ലെക്ചർ റൂം. ആ ലെക്ചർ റൂം കേംബ്രിഡ്ജിലുള്ള, ലണ്ടനിലെ കേംബ്രിഡ്ജിലെ ഒരു ഓഡിറ്റോറിയമാണ്
കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്നത്. കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറഞ്ഞാൽ an ഓഡിറ്റോറിയം ഇൻ കേംബ്രിഡ്ജ്, ലണ്ടനിലെ കേംബ്രിഡ്ജിലുള്ള ഒരു ഓഡിറ്റോറിയം. ആ ലെക്ചർ റൂമിൽ on April 29, 1980, scientists and university dignitaries gathered in steep tiers of seats. അവിടെ ആരൊക്കെ അസംബിൾ ചെയ്തിരിക്കുന്നത്? ദർ ആർ സയൻറ്റിസ്റ്റ്സ് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്താകമാനമുള്ള ശാസ്ത്രജ്ഞന്മാർ. ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്, പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ, പ്രൊഫസേഴ്സും മറ്റും ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഗ്നിറ്ററീസ്. ഗാദേർഡ്, അവരവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നു, ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഇൻ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ്. ആ ലെക്ചർ റൂമിൻ്റെ സവിശേഷത എന്താ? അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ്. സ്റ്റീപ്പ് എന്ന് പറയുമ്പോൾ കുത്തനെയുള്ളത് എന്നർത്ഥം. സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ്, അതായത് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും പുറകിലുള്ള ഭാഗത്ത് ഉയരത്തിലും അവിടെ നിന്ന് മുന്നിലേക്ക് വരുമ്പം താഴ്ന്ന് വരുന്ന വിധത്തിലുള്ളത്. നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കാണാനില്ലേ, തിയേറ്ററിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അറിഞ്ഞൂടെ? ഏറ്റവും ബാക്കിലാകുമ്പോഴത്തേക്ക് നല്ല ഉയരത്തിലായിരിക്കും സീറ്റ്, മുന്നിലോട്ട് പോകുന്തോറും ഉയരം കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ. അതിനെയാണ് സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റ്സ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് സ്റ്റേജ് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. സോ ദയർ ഇൻ കോക്രോച്ച് ലെക്ചർ റൂം സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ് ഗാദേർഡ് ഇൻ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ് ഫേസിങ് എ 2-story wall of chalkboard ആൻഡ് സ്ലൈഡ് സ്ക്രീൻ. അങ്ങനെ ഇരിക്കുന്ന ഈ ഓഡിയൻസ് ഫേസ് ചെയ്യുന്നത് എ 2-story wall-ആണ്. 2-storied ആയിട്ടുള്ളത്, 2 നിലകളുള്ളത്, 2 തട്ടുകളുള്ളത്. 2-story wall. എന്തിൻ്റെ വോള്? വോൾ ഓഫ് ചോക്ക് ബോർഡ് ആൻഡ് സ്ലൈഡ് സ്ക്രീൻ. അപ്പോൾ ഈ ലെക്ചർ നടത്തുമ്പോൾ ആവശ്യമുള്ള പ്രസൻറ്റേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ദർ ഈസ് എ ചോക്ക് ബോർഡ്, ഒരു ചോക്ക് ബോർഡും അതുപോലെ ഒരു സ്ലൈഡ് സ്ക്രീനും ഉണ്ട്. പ്രൊജക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണിച്ചു തരാറില്ലേ, അതുപോലെ ഒരു സ്ലൈഡ് സ്ക്രീനുണ്ട്, താഴെയായിട്ടൊരു ചോക്ക് ബോർഡും ഉണ്ട് പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. ഈ 2-storied ആയിട്ടുള്ള വോളിനെയാണ് ഓഡിയൻസ് ഫേസ് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് എന്തുണ്ട്? ദർ ഇസ് എ വോൾ, എ 2-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new location professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. അപ്പോൾ ഈ ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്ന ഈ സന്ദർഭം, ദി ഒക്കേഷൻ, അവസരം, വാസ് ദി ഇനാഗുറൽ ലെക്ചർ. എന്ത് നടക്കുന്ന സമയമാണ്? ദർ ഈസ് ഹാപ്പനിങ് ദി ഇനാഗുറൽ ലെക്ചർ, ഉദ്ഘാടന പ്രഭാഷണമാണ് നടക്കുന്നത്. ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ആരാ ചെയ്യുന്നത്? ഇറ്റ്സ് ഡൺ ബൈ എ ന്യൂ പ്രൊഫസർ, എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ലൊക്കേഷൻ പ്രൊഫസർ എന്ന് പറയുന്നത് മാത്സിന് കൊടുക്കുന്നൊരു പ്രൊഫസർഷിപ്പാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജിൽ മാത്സ് പ്രൊഫസേഴ്സിന് കൊടുക്കുന്ന പദവിയാണ് ലൊക്കേഷൻ പ്രൊഫസർ എന്ന് പറയുന്നത്. സോ ദർ ഈസ് ദി ഇനാഗുറൽ അഡ്രസ് ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ഒരു പുതിയ പ്രൊഫസറാണ് അവിടെ ഉള്ളത്. ആരാത്? The 38-year-old mathematician and physicist സ്റ്റീഫൻ ഹോക്കിംഗ്. യങ് ആയിരിക്കുന്ന ഒരു പ്രൊഫസറാണ്, 38-year-old ആയിരിക്കുന്ന മാത്തമാറ്റീഷ്യനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്, ആൻഡ് ഫിസിസിസ്റ്റ്, ഭൗതിക ശാസ്ത്രജ്ഞനാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്നു പേരുള്ള ആ ശാസ്ത്രജ്ഞൻ്റെ ഇനാഗുറൽ ലെക്ചർ നടക്കാൻ പോവുകയാണ് ഈ കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ. വെൻ? ഓൺ April 29, 1980. ആരൊക്കെ അവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത്? ദർ ആർ സയൻറ്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസ്. സോ ദർ ഈസ് ഹാപ്പനിങ് ദ ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലൊക്കേഷൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോയാൽ, ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ. Is the end in sight for theoretical physics? Hawking
startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. So second paragraphil പറയുന്നു, the title of the lecture was a question. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇനാഗുറൽ ലെക്ചറാണ് നടക്കാൻ പോകുന്നതെന്ന്. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ, ആ പ്രഭാഷണത്തിൻ്റെ ടോപ്പിക്, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വാസ് എ ക്വസ്റ്റ്യൻ, അത് ഒരു ചോദ്യമായിരുന്നു. എന്താ പ്രഭാഷണം നടക്കാൻ പോണ വിഷയം? ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ഈസ് ദ എൻഡ് ഇൻ സൈറ്റ്, അവസാനം, അന്ത്യം ദൃശ്യമാണോ എന്ന്. എന്തിൻ്റെ? ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അന്ത്യമായിരിക്കുന്നു, തിയററ്റിക്കൽ ഫിസിക്സ് അവസാനിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യമായിരുന്നു ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ. അപ്പോൾ തിയററ്റിക്കൽ ഫിസിക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രം. തിയറീസ്, ഫിസിക്സിലെ തിയറീസ്, നാച്ചുറൽ ഫിനോമിനൊക്കെ മാത്സിൻ്റെ ഇക്വേഷൻസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യലാണ് തിയററ്റിക്കൽ ഫിസിക്സ്. ഈ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ എൻഡ് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം. ഹോക്കിംഗ് startled his listeners by announcing that he thought it was. ആ പ്രഭാഷണം നടത്തുമ്പോൾ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ, അദ്ദേഹത്തിൻ്റെ ലിസണേഴ്സിനെ സ്റ്റാർട്ടിൽ ചെയ്യിച്ചു, ഞെട്ടിച്ചു, അമ്പരപ്പിച്ചു. ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. അദ്ദേഹം ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടാണ് അവരെ സ്റ്റാർട്ടിൽ ചെയ്യിച്ചത്. ബൈ അനൗൺസിങ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്, അദ്ദേഹം അങ്ങനെ കരുതുന്നു. എങ്ങനെയാ? ചോദ്യം എന്തായിരുന്നു? ഇസ് ദ എൻഡ് ഇൻസൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അന്ത്യമായോ എന്ന ചോദ്യത്തിന് അതെ, അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത് എന്ന ഉത്തരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ലിസണേഴ്സിനെ അദ്ദേഹം അമ്പരപ്പിച്ചു. He invited them to join him in a sensational escape through time and space to find the holy grail of science. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഹി ഇൻവൈറ്റഡ് ദം, അദ്ദേഹം അവരെയൊക്കെ ക്ഷണിച്ചു. ടു ജോയിൻ ഹിം, അദ്ദേഹത്തോടൊപ്പം ചേരാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. ഇൻ എ സെൻസേഷണൽ എസ്കേപ്പ് ത്രൂ ടൈം ആൻഡ് സ്പേസ്. ഒരു സെൻസേഷണൽ എസ്കേപ്പ്, സംവേദനാത്മകമായിട്ടുള്ള ഒരു എസ്കേപ്പ്, ത്രൂ ടൈം ആൻഡ് സ്പേസ്, കാലത്തിലൂടെയും സ്പേസിലൂടെയും നടത്തേണ്ടിയ ഒരു സെൻസേഷണൽ എസ്കേപ്പ്. ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. എന്ത് കണ്ടെത്താനാണ്? ടു ഫൈൻഡ് ദ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്. ഹോളി ഗ്രെയിൽ എന്നതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെയുള്ളത്, അതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നതാണ് താഴെ തന്നിട്ടുള്ളത്. അതൊരു മെഡീവൽ ലെജൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അന്ത്യ അത്താഴത്തിന്, ലാസ്റ്റ് സപ്പറിൽ ജീസസ് ക്രൈസ്റ്റ് യൂസ് ചെയ്ത കപ്പിനെയാണ് ഹോളി ഗ്രെയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്, ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ് എന്ന് പറയുമ്പോൾ ഹോളി ഗ്രെയിലിന് മറ്റൊരു മീനിങ് ഉള്ളത്, നിങ്ങൾക്ക് വാണ്ട് ടു നോ മോർ ബട്ട് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, കണ്ടെത്താൻ പ്രയാസമുള്ളതും എന്നാൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സംഗതി എന്ന അർത്ഥത്തിലാണ് ഹോളി ഗ്രെയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസ്, ദ ബേസ് ഓഫ് സയൻസ്, അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് സയൻസ്. അങ്ങനെ ഹോളി ഗ്രെയിൽ ഓഫ് സയൻസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സെൻസേഷണൽ എസ്കേപ്പിൽ ജോയിൻ ചെയ്യാൻ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുന്നു. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. അതെന്താണ്? ദ തിയറി, ആ സിദ്ധാന്തം, ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തെ വിവരിക്കുന്നത്, ആൻഡ് എവ്രിതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്, പ്രപഞ്ചത്തെയും ഒപ്പം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി, അതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സെൻസേഷണൽ എസ്കേപ്പിന് ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെ. സോ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ് ഈസ് സംതിങ് അബൌട്ട് ദ എൻഡ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഹോക്കിംഗ് startled his listeners by announcing that he thought so, and he invited them to join in a sensational escape to find out the base of science or the mystery of science. And to the next paragraph, Stephen Hawking sat silently in a wheelchair
while one of his students read his lecture to the assembled company. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. So Stephen Hawking sat silently in a wheelchair. ഈ ലെക്ചർ നടക്കുന്ന സമയത്ത് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് സിറ്റിംഗ് സൈലൻ്റ്ലി. അദ്ദേഹം നിശബ്ദനായിട്ടിരിക്കുകയാണ്. ലെക്ചർ നടത്തുന്നത് അദ്ദേഹം നേരിട്ടല്ല. ഹി വാസ് സിറ്റിംഗ് സൈലൻ്റ്ലി ഇൻ എ വീൽ ചെയർ വെൽ വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് റെഡ് ഹിസ് ലെക്ചർ ടു ദി അസംബിൾഡ് കമ്പനി. അപ്പോൾ പിന്നെ ഈ ഓഡിയൻസിന് ആരാണ് ഈ ലെക്ചർ നടത്തി കൊടുക്കുന്നത്? ഇറ്റ്സ് വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ്. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിൽ ഒരാളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ലെക്ചർ നടത്തുന്നത്. ഈ സമയമെല്ലാം സ്റ്റീഫൻ ഹോക്കിംഗ് സൈലൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ചെയറിലിരിക്കുകയാണ്. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് മാത്രം നിർണ്ണയിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇരിക്കുന്നത് കണ്ടിട്ട് നിർണ്ണയിക്കുകയാണെങ്കിൽ, Hawking didn't seem a promising choice to lead any adventure. എന്തെങ്കിലും സാഹസികമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് കഴിയുന്ന ഒരവസ്ഥയിലല്ല അദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സോ ബൈ അപ്പിയറൻസ് അദ്ദേഹം വളരെ എബിലിറ്റി ഉള്ള ഒരാളാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ രൂപം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹം വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹം ഇരിക്കുന്ന ആ ഒരു അപ്പിയറൻസ് വെച്ച് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വലിയ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്നോ എന്തെങ്കിലും പുതുതായിട്ട് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്നോ ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത്. അപ്പോൾ ഈ 3 പാരഗ്രാഫ്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക, ആവശ്യമെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ്സ് ഫിനിഷ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.